നമ്മൾ മലയാളത്തിൽ പറയല്ല താടി വളർത്താം, താടി വളർത്താം, മീശ വളർത്താം എന്നൊക്കെ പറയും. ഈ വളർത്തുക എന്നുള്ളത് എങ്ങനെ ആലോചിക്കുക, എങ്ങനെയാണ് വന്നത്? താടി വെക്കുക എന്ന് പറയാം ആൾക്കാർ അല്ലേ. താടി വളർത്തുക, ഇതിന് അറബിയിൽ പറയുന്നൊരു വേർഡ് മുറബി അല്ലിഹ്യാണ്. ഇത് സത്യമാണ് വളർത്തുന്നതിൻ്റെ ഒരു കൃത്യമായ വേർഡാണത്. മലയാളത്തിലും നമ്മൾ അങ്ങനെ പറയും. താടി വെച്ചു എന്നൊക്കെ പറയുമെങ്കിൽ താടി വളർത്തുക എന്ന് പറയുന്നതാണ് മുറബി അല്ലഹിയ. ഹാദ ഹുവ ഇറബി അല്ലഹിയ. ലേശൻ തിറബി അല്ലഹിയ ജയിക്കത് എന്നത്ര ഇങ്ങനെയൊക്കെ നിന്നെ താടി വളർത്തുന്നത് തിറബി. അതേ സ്ഥാനത്ത് അത് മീശക്കത് പറയൂല, മീശ വെക്കാന്നേ പറയുള്ളൂ. കാരണം മനുഷ്യൻ്റെ ഒരു കൺസെപ്റ്റാണിത്. നമ്മൾ മലയാളത്തിലും അറബിയിലൊക്കെ ഒരുപോലെ ഉപയോഗിക്കുന്നതാണ് താടി വളർത്തുക എന്ന് പറയുന്നത്. ഓക്കെ, മീശ വളർത്താൻ പൊതുവെ ഞാൻ കേട്ടിട്ടില്ല പറയല്. മുറബി അൽ ഷനബ് എന്ന് പറയാം, പക്ഷെ അത് കേട്ടിട്ടില്ല. മുറബി അൽ ലഹിയ. കാരണം റബ്ബ എന്ന് പറഞ്ഞാൽ ആവശ്യാനുസരണം ആവശ്യമുള്ളത് കൊടുത്തുകൊണ്ട് കൊടുക്കുന്ന ഒരാൾക്കാണ് വളർത്തുക എന്ന് പറയാം. മുറബി തെർബിയത്ത് എന്ന് പറയും. തെർബിയത്തുൽ ലഹിയ, താടി വളർത്തുക എന്ന അർത്ഥത്തിന് പറയും. ഇപ്പം നമ്മൾ കുട്ടികളുടെ രക്ഷാകർത്താക്കന്മാരെ നമ്മൾ പറയാറുള്ളതാണ് മുറബി. മുറബി എന്ന് പറഞ്ഞാൽ വളർത്തുക. ഇപ്പോൾ ഒരു സൂഫിയാക്കളൊക്കെ പറയുമ്പോൾ ഷേഖ് മുറബി ആവണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ ചില ആളുകൾ പറയുന്നത് എന്തായി പറയണത്, അതായത് അതെന്തായിരിക്കണം, അദ്ദേഹത്തിന് ആവശ്യമുള്ളത് കൊടുത്തിട്ട് കൃത്യമായും വളർത്തുന്ന ഒരു സൂഫി നേതാക്കന്മാർക്കൊക്കെയാണ് അവരെന്ത് പറയുക, മുറബി എന്ന് പറയാം, ഷേഖ് മുറബി എന്ന് പറയാം. ഓക്കെ, അതന്നെയാണ് ഈ താടിയിലേക്ക് ഇവിടെ വന്നത് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഓക്കെ ആണോ? അപ്പം മുറബി തെർബിയത്തിൽ ഔലാദ്, മക്കളെ വളർത്തുക, വളരുക, വളർത്തുക എന്ന അർത്ഥത്തിന്. ലാസിം തുറബി തുറബിൽ ഔലാദ് ബി ഹുസ്നിൽ അഖ്ലാഖ്, നല്ല സ്വഭാവത്തോടു കൂടെ വേണം കുട്ടികളെ വളർത്തിയെടുക്കാൻ. അപ്പോൾ വളർത്തുക എന്ന അർത്ഥത്തിനാണ് തെർബിയത്ത് എന്ന് പറയാം. തെർബിയത്തിൽ ഔലാദ്, മക്കളെ കുട്ടികളെ വളർത്തുക. ഓക്കെ, തെർബിയ. بعض الورعان يلعبون في الشارع ما في تربية حسن. بعض الورعان, ഈ കുട്ടികളെ കൂട്ടത്തിൽ വരിയാൻ, നമുക്ക് പിന്നെ അത് പറയാം. വരിയാൻ ചെക്കന്മാരിങ്ങനെ ഭയങ്കരമായി ശല്യം ചെയ്തുകൊണ്ടിരിക്കുക, കളിച്ച് ബർങ്ങാറാക്കിക്കൊണ്ടിരിക്കുക ആൾക്കാരെ. അപ്പം എന്ത് പറയും, മാഫി ലഹു യാനി തെർബിയ തെർബിയ ഹസൻ. നല്ല ഒരു എന്തില്ല, തെർബിയത്ത് കിട്ടാത്തതാണ് കാരണം. തെർബിയത്ത് എന്ന് പറഞ്ഞാൽ അവരെ കൃത്യമായും പോറ്റി വളർത്തുക എന്ന സ്ഥലത്തേക്ക് വന്നില്ല. പോറ്റി വളർത്താനാണ് അതിന് പറയാറുള്ളത്. ഓക്കെ, അപ്പം എന്തായാലും നമ്മളിപ്പോൾ എന്ത് പഠിച്ചത്, മുറബി അൽ ലഹിയ എന്നൊരു വാക്കാണ്. കുട്ടികളെ വളർത്തുക എന്നതിന് ഉപയോഗിക്കുന്ന അതേ വാക്ക് തന്നെ മലയാളം പോലെ അവർ വെക്കും. അവിടെ മുറബി അദ്ദിക്കിൻ എന്ന് ശരീരം, ദിക്കിൻ എന്ന താടി എന്നാണ്. താടി എല്ലിന് ദിക്കിൻ എന്നും, ലഹിയ എന്ന താടി രോമങ്ങൾക്ക് ലഹിയ എന്നാണ് പറയുക. ഓക്കെ, അത് രണ്ടും ആണെങ്കിൽ പോലും നമ്മൾ താടി വളർത്താറില്ല, മുറബി ദിക്കിൻ എന്നും പറയാം. ഓക്കെ, ജസാക്കുമുല്ലാഹു ഖൈറൻ. അസ്സലാമ.